Hi all, welcome back to my channel. So നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് മൊഡ്യൂൾ 5 ആണ്. സോ മൊഡ്യൂൾ 5ലേക്ക് തുടങ്ങാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിനെ പറ്റി തന്നെയാണ്. നമ്മൾ പ്രോജക്റ്റ് പ്ലാനിങ്, അതിലുള്ള സ്റ്റെപ്സ്, പ്രോജക്റ്റ് പ്ലാനിങ്, പ്രോജക്റ്റ് ഷെഡ്യൂളിങ്, അതുപോലെ തന്നെ പ്രോജക്റ്റ് കൺട്രോളിങ്. സോ ഫസ്റ്റ് വൺ പറയുന്നത് കൺസ്ട്രക്ഷൻ പ്ലാനിങ് എന്താണെന്ന് നോക്കാം. കൺസ്ട്രക്ഷൻ പ്ലാനിങ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈ ഓൾ ദ റിക്വയർഡ് സ്റ്റെപ്പ് ഇൻ എ പ്രോജക്റ്റ്. എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ, സ്പ്ലിറ്റിംഗ് ദം ഇൻ ടു ഡെഫിനിറ്റ് ആക്ടിവിറ്റീസ്, ഓർഡർ ദ സ്റ്റെപ്സ് ലോജിക്കലി ആൻഡ് ഡിറ്റർമൈൻ ദ നെസസറി മെറ്റീരിയൽസ്, മാൻ പവർ ആൻഡ് എക്യുപ്മെൻറ്റ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആണ്. നമുക്കറിയാം കൺസ്ട്രക്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ഏതാണോ സ്ട്രക്ചർ അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൺസ്ട്രക്ഷനിലേക്ക് കടക്കുകയാണ്. സോ കൺസ്ട്രക്ഷൻ ഒറ്റയടിക്കല്ലല്ലോ, നമുക്ക് പല സ്റ്റേജസ് ആയിട്ട് ഇപ്പോൾ ഓരോരോ പാർട്ടായിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് പിന്നെ ഓരോരോ വർക്കുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കറക്റ്റായിട്ട് ഒരു ഓർഡർ വയ്ക്കുക, അതിൻ്റെ മെറ്റീരിയൽസ്, വർക്കേഴ്സ്, അതിൻ്റെയൊക്കെ എത്ര ആവശ്യക്കാരുണ്ട്, എല്ലാം ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഐഡിയ ഈ പ്ലാനിങ്ങിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആണ് പറയുന്നത്. ടു പ്രിഡോമിനേറ്റ് ഹൗ പ്രൊജക്റ്റ് ഒബ്ജക്റ്റീവ്സ് വിൽ ബി അച്ചീവ്ഡ്, ടു ഡിറ്റർമിൻ ഇൻ്റർഡിപ്പെൻഡൻസ് ഓഫ് ആക്ടിവിറ്റീസ്, പിന്നെ പ്രൊക്യൂർമെൻറ്റ് ഓഫ് റിസോഴ്സ് ഇൻ അഡ്വാൻസ്, പ്രോപ്പർ ചോയ്സ് ഓഫ് എക്യുപ്മെൻറ്റ് ഓർ ടെക്നോളജി, പ്രോപ്പർ ഡിസൈൻ ഓഫ് വേരിയസ് എലമെൻറ്റ് ഓഫ് ദ പ്രൊജക്റ്റ് ടു എൻഷുർ കോൺസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ഫണ്ട്സ് ടിൽ കംപ്ലീഷൻ ഓഫ് പ്രൊജക്റ്റ്, ടു എംപ്ലോയ് ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ് സ്റ്റാഫ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം ഇന്ന വർക്ക്, പിന്നീട് ഇന്ന വർക്ക്, അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ലേബേഴ്സ് ആയിക്കോട്ടെ, അവരുടെ ചാർജസ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീ ആയിട്ട് പ്ലാൻ ചെയ്ത് വെക്കണം. എത്ര പേരും ഏകദേശം അങ്ങനെയൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്സ് ആണ് ഡിഫൈൻ പ്രൊജക്റ്റ് ഒബ്ജക്റ്റീവ്. ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് പ്രൊജക്റ്റ് ഒബ്ജക്റ്റീവിനെ ഡിഫൈൻ ചെയ്യുക. നമ്മൾ ഓൾറെഡി പ്രൊജക്റ്റ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞു. പിന്നെ ജനറേറ്റ് WBS ആൻഡ് ആക്ടിവിറ്റി ലിസ്റ്റ്. തേർഡ്, ഡിറ്റർമിൻ സീക്വൻഷ്യൽ റിലേഷൻഷിപ്പ് എമംഗ് ആക്ടിവിറ്റീസ്. ഫോർത്ത്, ഇവാലുവേറ്റ് റിസോഴ്സസ് ആൻഡ് ഫൈനലൈസ് ദ ഒപ്റ്റിമൽ. ഫിഫ്ത്ത്, ഡിഫൈൻ മെത്തഡോളജി ഫോർ ഈച്ച് വർക്ക്. എസ്റ്റിമേറ്റ് ആക്ടിവിറ്റി കോസ്റ്റ്. ഈ പറഞ്ഞതൊക്കെ തന്നെ നമ്മൾ ഓരോ വർക്കിനും ഏതൊക്കെ വർക്ക്, അതായത് കറക്റ്റ് ഓർഡർ ആക്കുക, അതുപോലെ തന്നെ ഓരോ വർക്കിന് എത്ര പ്രൈസ് വരും എന്നറിയാം, എത്ര ലേബേഴ്സ്, കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഈ പ്ലാനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അടുത്തത് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ, അതിനെയാണ് WBS എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു മാനേജബിൾ ആക്ടിവിറ്റീസ്. സിസ്റ്റം ഓർ പ്രൊജക്റ്റ് ഈസ് ബ്രോക്കൺ ഡൗൺ ടു സബ് സിസ്റ്റംസ് ആൻഡ് ഈച്ച് സബ് സിസ്റ്റം ടു സബ് സിസ്റ്റംസ് ആൻഡ് സോ ഓൺ. Such a structure established the hierarchical order. The breakdown is continued until the assembly is reduced to element components representing managerial units for planning. WBS progresses in the ഡൗൺവേർഡ് ഡയറക്ഷൻ. അതായത് നമ്മളൊരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏകദേശം എന്താണ്, ഇന്ന വർക്കൊക്കെ ആയിക്കഴിഞ്ഞാലാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ആ വർക്കിനെയൊക്കെ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോരോ വർക്കായിട്ട് ഇതാക്കുക, പിന്നെ ആ വർക്കിനെ തന്നെ അഗെയിൻ സ്പ്ലിറ്റ് ചെയ്യുകയാണ്, എന്നിട്ട് മാനേജ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ WBS ആക്ടിവിറ്റിയിൽ എന്താണ്, അത് ആ രീതിയിൽ മാനേജ്, നമ്മൾ വർക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത് ചെറുതാക്കി പിന്നെ ഓരോരോ വർക്കായിട്ട് നടക്കണം. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് WBS എന്ന് പറയുന്നത്. A work breakdown structure is a visual, hierarchical and deliverable oriented deconstruction of the project. It is a helpful diagram for project managers because it allows them to break down their project. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, പ്രൊജക്റ്റ് മാനേജേഴ്സിനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്കിപ്പോൾ വർക്ക് ബ്രേക്ക് ചെയ്യാനൊക്കെ, ബ്രേക്ക് ഡൗൺ ചെയ്യാനൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യും, ഈ ഡയഗ്രാംസ് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓൾ ദ സ്റ്റെപ്സ് ഓഫ് ദ പ്രൊജക്റ്റ് വർക്ക്സ് ആർ ഔട്ട്ലൈൻഡ് ഇൻ ദ ഡൗൺ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ chart, which make it essential project planning tool. Making a WBS is the first step in developing a project schedule. It defines all the work that needs to be completed and in what order to achieve the project goals and objectives.
അടുത്തത് കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗ് ആണ്. ഷെഡ്യൂളിംഗ് പ്രോസസ് ഓഫ് പുട്ടിംഗ് ദ കൺസ്ട്രക്ഷൻ പ്ലാൻ ടു എ ടൈം സ്കെയിൽ ഇൻ എ ലോജിക്കൽ ഓർഡർ ആൻഡ് അലോക്കേറ്റിംഗ് റിസോഴ്സസ് ഷോ ഡ്യൂറേഷൻ ആൻഡ് ഓർഡർ ഓഫ് വേരിയസ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിന് ഈ പറഞ്ഞതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്യും. ഓരോരോ വർക്കുകൾ ഇന്ന സമയത്ത് നടത്തണം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കും കറക്റ്റ് ഓർഡറിലോ. അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂറേഷനും എത്ര ടൈം എടുക്കും ഇതൊക്കെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് കൂടിയാണ്. സോ അതിൻ്റെ സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഡിഫൈൻ പ്രൊജക്റ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ഇറ്റ് സീക്വൻസ് ഇൻ എ ടൈം സ്കെയിൽ. പിന്നെ എസ്റ്റിമേറ്റിംഗ് ദ ഡ്യൂറേഷൻ, അലോക്കേറ്റിംഗ് റിസോഴ്സസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് ഏതൊക്കെ വർക്ക് ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കാം, അത് അറേഞ്ച് ചെയ്ത് വെക്കാം. സെക്കൻഡ് അതിന് ഓരോ വർക്കിനും എത്ര ഡ്യൂറേഷൻ എടുക്കും നോക്കാം. തേർഡ് അലോക്കേറ്റ് ചെയ്യാം റിസോഴ്സ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെയാണ് അടുത്ത് നോക്കാൻ പോണത്. അനലൈസ് ആൻഡ് ഫോർകാസ്റ്റ് ദ പ്രോഗ്രസ് ഓഫ് പ്രൊജക്റ്റ്, എനേബിൾസ് എസ്റ്റിമേറ്റിംഗ് ഫണ്ട്സ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ്, ഐഡൻറ്റിഫൈ ദ ക്രിറ്റിക്കൽ ആക്ടിവിറ്റി പാത്ത് ടു ഡിറ്റർമിൻ ദ ലെങ്ത് ഓഫ് ദി പ്രൊജക്റ്റ്, കോർഡിനേറ്റ് വേരിയസ് ആക്ടിവിറ്റീസ് വിത്ത് റെസ്പെക്ട് ടു റിസോഴ്സസ് ആൻഡ് ടൈം, ഒപ്റ്റിമൈസേഷൻ ഓഫ് റിസോഴ്സസ്, ലേബർ, മെറ്റീരിയൽ, എക്യുപ്മെൻറ്റ്, ബ്രിങ് ഔട്ട് ടൈം ആൻഡ് റിസോഴ്സ് കോൺസ്ട്രെയിൻസ്. ഇപ്പോൾ നമുക്കറിയാം ഓരോ വർക്കും എപ്പോൾ നടക്കും, അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, അതിനാവശ്യമായിട്ടുള്ള ലേബർ, അതുപോലെ തന്നെ അതിലെ ചാർജസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുൻകൂട്ടി അറിയാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ഷെഡ്യൂൾ നോക്കാം. പിന്നെ ഓൺ ദ ടോപ്പ് ഓഫ് ഈച്ച് ഷെഡ്യൂൾ ഫോളോയിങ് ഇൻഫർമേഷൻ ഷുഡ് ബി ക്ലിയർലി റിട്ടൺ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ എല്ലാ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് നെയിം ഓഫ് പ്രോജക്റ്റ്, നെയിം ഓഫ് ഓണർ ഓർ കോൺട്രാക്ട് ഓർ എഞ്ചിനീയർ, ലൊക്കേഷൻ ഓഫ് ദി പ്രൊജക്റ്റ്, ഈ 3 അടുത്തത് നമ്മൾ ടൈപ്സ് നോക്കുകയാണ്. ഫസ്റ്റ് വൺ വന്നിട്ട് പറയുന്നത് കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിൽ construction schedule is a time allocation for every task and even in a construction project. The construction schedule is a fundamental part of the project planning phase as it also defines the resources needed and teams responsible for each task in the construction project. അടുത്തത് എക്യുപ്മെൻറ്റ് ഷെഡ്യൂളാണ് പറയുന്നത്. പ്രോജക്റ്റ് ഇൻവോൾവ്സ്, ഇപ്പോൾ ഇതിൽ പല സ്റ്റേജസും വരുന്നുണ്ട്. പിന്നെന്താ, ഇതിന് എന്താ സെവറൽ ടൈപ്സ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർ എ ഡിമോളിഷിംഗ് പ്രോജക്റ്റ് വി ക്യാൻ യൂസ് എക്സ്കവേറ്റർ, ഡോസർ ആൻഡ് എ ബാക്ക് ഹോ ലോഡർ. അപ്പോൾ ഇതൊക്കെ ആവശ്യം വരുന്നുണ്ട്. പിന്നെ ഷെഡ്യൂളിംഗ് യുവർ പ്രോജക്റ്റ് എക്യുപ്മെൻറ്റ് ബിഫോർ ഹാൻഡ് എനേബിൾസ് യു ടു ഐഡൻറ്റിഫൈ ദ എക്സാക്ട് ടൈപ്പ് ഓഫ് ഗിയർ യു വിൽ റിക്വയർ. ആൾസോ യു ക്യാൻ ഔട്ട്ലൈൻ അറ്റ് വാട്ട് സ്റ്റേജസ് യു നീഡ് ടു കൺഫേം ഇറ്റ്സ് അവൈലബിലിറ്റി ബിഫോർ ഗെറ്റിംഗ് ദ ഡേറ്റ്. തേർഡ് വന്നിട്ട് പറയുന്നത് ലേബർ ഷെഡ്യൂളാണ്. ദ എയിം ഓഫ് ദി ഷെഡ്യൂൾ ഈസ് ടു ഡിസൈഡ് ദ നമ്പർ ഓഫ് സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ലേബർ റിക്വയർഡ് ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് ഓപ്പറേഷൻ ഓൺ ഡിഫറെൻറ്റ് ഡേറ്റ്സ്. നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്തായിരിക്കും ആവശ്യം, ലേബേഴ്സ് ആവശ്യമായിരിക്കും. എപ്പോഴും ഗുഡ് ക്വാളിറ്റി ലേബേഴ്സ്, സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് വെക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും എന്താ പറയുക ബെറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കതിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും സ്കിൽഡ് ലേബേഴ്സ് ആരാണ്, അൺസ്കിൽഡ് ലേബേഴ്സ് ആരാണ്. പിന്നെ ആൻ എഫിഷ്യൻറ്റ് ഷെഡ്യൂൾ ഫോർ ലേബേഴ്സ് വിത്ത് പ്രോപ്പർ കൺട്രോളിങ് ആൻഡ് മോണിറ്ററിങ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഹെൽപ്സ് ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് വിത്ത് ദ ടാർജറ്റ് ടൈം ആൻഡ് കോസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വർക്കറെയൊക്കെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് പ്രോപ്പറായിട്ട് ഓർഡറിൽ ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പ്രോജക്റ്റ് ഉദ്ദേശിച്ച ടാർജറ്റ് ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഉദ്ദേശിച്ച കോസ്റ്റിൽ കൂടി. പിന്നെ ഇപ്പോൾ ഇതിന് കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിൽ നിന്നാണ് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. പിന്നെ ഫോർത്ത് വൺ വന്നിട്ട് പറയുന്നത് മെറ്റീരിയൽ ഷെഡ്യൂളാണ്. ദി ഷെഡ്യൂൾ ഷുഡ് ബി പ്രിപ്പയർഡ് വെൽ ഇൻ അഡ്വാൻസ് ഓഫ് ദ സ്റ്റാർട്ട് ഓഫ് ദി വർക്ക്. ഇപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പ്രിപ്പയർ ചെയ്ത് വെക്കും. ദി ഷെഡ്യൂൾ മേ ബി പ്രിപ്പയർഡ് ഫ്രം, ഇതിപ്പോൾ ഇതിൽ തന്നെയാണ് കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ വർക്ക് ഡിലേ ആവാണ്ടിരിക്കാൻ എല്ലാം എന്താ പറയുക മെറ്റീരിയൽസും കറക്റ്റ് ടൈമിൽ അവിടെ എത്തിയാൽ തന്നെ എന്താ വർക്ക് ഡിലേ ആവില്ല. ഇപ്പോൾ മെറ്റീരിയൽസിന് ഡിലേ നമുക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മുടെ വർക്ക് പ്രോഗ്രസ് ആവില്ല. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് മെറ്റീരിയൽ ഷെഡ്യൂൾ ഇൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അവോയ്ഡ് മെറ്റീരിയൽ ഷോർട്ടേജ്. നമ്മൾ മെറ്റീരിയൽ ഇല്ലാത്തൊരവസ്ഥ നമുക്ക് വരില്ല. ബെറ്റർ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ആയിരിക്കും. പിന്നെ ആക്യുറേറ്റ് കോസ്റ്റ് എസ്റ്റിമേറ്റ്, നമുക്കറിയാം ഓരോ മെറ്റീരിയലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ് കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എൻഷുർ ക്വാളിറ്റി കൺട്രോൾ.
ലാസ്റ്റ് വൺ വന്നിട്ട് പറയുന്നത് ഫിനാൻഷ്യൽ ഷെഡ്യൂളാണ്. ദ എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഓഫ് മണി വിച്ച് ഓണർ ഓർ കോൺട്രാക്ടർ ഹാസ് ടു പ്രൊവൈഡ് ടു ഫിനാൻസ് ദ പ്രൊജക്റ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ. ഇൻ മോസ്റ്റ് കേസസ് ഓഫ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സ് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ദാറ്റ് ഓണർ വിൽ പേ അബൌട്ട് 90% ഓഫ് കോസ്റ്റ് ഓഫ് ദ കംപ്ലീറ്റഡ് വർക്ക് ഡ്യൂറിങ് ഈച്ച് മന്ത് ഫോർ ഈച്ച് ജോബ് ടു ദ കോൺട്രാക്ടർ. അപ്പോൾ നമ്മളിതിൽ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ the estimated amount of money which owner or contractor has to provide to finance the project can be obtained from construction schedule. അപ്പോൾ നമ്മൾ ഓണർ അല്ലെങ്കിൽ കോൺട്രാക്ടർ നമ്മൾ ആർക്ക് ഫിനാൻസിന് പ്രൊവൈഡ് ചെയ്യാണ്. ഇൻ മോസ്റ്റ് കേസസ് ഓഫ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സ് ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ദാറ്റ് ഓണർ പേ അബൌട്ട് 90% കോസ്റ്റ് ഓഫ് ദ കൺസ്ട്രക്ഷൻ വർക്ക് ഡ്യൂറിങ് ഈച്ച് മന്ത് ഫോർ ഈച്ച് ജോബ് ടു ദ കോൺട്രാക്ടർ. ഇപ്പോൾ കോൺട്രാക്ടർ എടുക്കുന്ന ഓരോ ജോബിനും മന്ത്ലി പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ 90%ആണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിൽ വരുന്നത്. സോ കംപ്ലീറ്റ് തിയറിയാണ് 4th മൊഡ്യൂളും 5th മൊഡ്യൂളും വെയിറ്റേജ് ഉണ്ട്. സോ അപ്പോൾ അത് നോക്കി പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്